ലൂകി ഞാനിന്നോട്ടം തികച്ചോ കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മഹത്വം. ഇനിയുള്ള സമയം ഞാൻ ഒരു മിനിറ്റ് കളയില്ല. കാരണം വളരെ വിപുലമായ ഒരു വിഷയം നമ്മൾ ഏതാണ്ട് 50 മിനിറ്റ് കൊണ്ട് നമ്മൾ പരിശോധിച്ച് തീർക്കാനായിട്ട് പോവുകയാണ്. നിത്യത എന്ന വിഷയം, ദ എറ്റേണൽ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചത് ഞാൻ ആവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒരു ഭാഗം പ്രതിയാൽ വായിക്കട്ടെ. കൊരിന്ത്യർ 15-ാം അധ്യായം, 1 Corinthians chapter 15. അവിടെ അതിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കാം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അടുത്ത വാക്യം, അവൻ സകല ശത്രുക്കളെ കാൽക്കീഴാക്കുവാൻ വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അത് 24 വാക്യത്തിലെ എല്ലാ വാഴ്ചയും എല്ലാ അധികാരത്തിനും എല്ലാ ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. ഇതാണ് നിത്യത. ദൈവം മനുഷ്യനോടുകൂടെ വസിക്കാൻ ഇറങ്ങി വരുന്നു. അതുവരെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ പുത്രൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങണം. അതുകൂടെ പുത്രൻ നീക്കിയ ശേഷം രാജ്യം പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലോട്ട് കൊടുക്കും. അങ്ങനെയാണ് പിതാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരോടുകൂടെ വസിക്കുന്ന നിത്യതയെ നമുക്ക് വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്. നാം ലഭിച്ച സമയത്തിനുള്ളിൽ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഈ വിഷയം പഠിക്കുമ്പോൾ പ്രധാനമായി വെളിപ്പാട് പുസ്തകം 21-22 അധ്യായം നമുക്ക് അധികം വെളിച്ചം തരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് പുത്തൻ യെരൂശലേമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാറുണ്ട്. എന്നാൽ ഉപരിയായിട്ടുള്ള അനേക സത്യങ്ങളുണ്ട്. ഇത് പലതും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാതെ, അതിന് സമയവുമില്ല. അത്യാവശ്യമുള്ള നിത്യത എന്താണെന്നുള്ളത്, എറ്റേണിറ്റി അല്ലെങ്കിൽ വാട്ട് ഈസ് എറ്റേണൽ സ്റ്റേറ്റ് എന്നുള്ളത് തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവം എനിക്ക് എന്ന വെളിച്ചം അങ്ങോട്ട് പറഞ്ഞു തരികയാണ്. നമുക്ക് റെവലേഷൻ ചാപ്റ്റർ 21, 21-ാമത്തെ അധ്യായം അതിന്റെ 1-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞു പോയി, സമുദ്രം ഇനിയില്ല. 2-ാം വാക്യത്തിന്റെ ആരംഭം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. നോക്കുക, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഞാനൊരു പുതിയ ആകാശം കണ്ടു, ഞാനൊരു പുതിയ ഭൂമി കണ്ടു.
പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടു. ഇനി 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എല്ലാം പുതുതാക്കുകയാണ്. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. അവസാനം 5-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. നമുക്കറിയാം, പുതിയ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയാണ്. നമുക്ക് ഗ്രീക്ക് ഭാഷയിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ ധാരാളം ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭ്യമാണ്. അനേക ബൈബിളുകൾ, ഗ്രീക്ക്, ഹീബ്രു സ്റ്റഡി ബൈബിളൊക്കെ, ഇന്റർലീനസ് ഗ്രീക്ക് ബൈബിൾ സ്റ്റഡി ബൈബിളൊക്കെ നമുക്ക് ലഭ്യമാണ്. ഈ ബൈബിളിലൂടെ അല്ലെങ്കിൽ ഈ എഴുത്തുകളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ പുതുത് എന്നതിന് 2 ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചത്. 2 ഗ്രീക്ക് വാക്ക്, ഒന്ന് കെയ്നോസ്, മറ്റേത് നിയോസ്. കെയ്നോസ് എന്നും നിയോസ് എന്നും പറഞ്ഞിട്ടുള്ള 2 വാക്കുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നിയോസ് എന്ന വാക്കിന്റെ അർത്ഥം ന്യൂനെസ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ക്രോപ്പ് അല്ലെങ്കിൽ പുതിയ വിളവ് അല്ലെങ്കിൽ പുതുതായി സൃഷ്ടിച്ചത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അന്ന് വരെ ഇല്ലാത്തൊരു വസ്തുത അന്ന് തൊട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, പുതുതായി സൃഷ്ടിച്ചു. അതിനുപയോഗിക്കുന്ന വാക്ക് നിയോസ് എന്ന വാക്ക്. എന്നാൽ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, അതിനെ പുതുതാക്കി തീർത്തു, turned into a new quality. അതിനുപയോഗിക്കുന്ന വാക്ക് കെയ്നോസ് എന്ന കെയ്നോസ് എന്ന വാക്കാണ്. കെയ്നോസ് എന്ന വാക്കിന്റെ അർത്ഥം ക്വാളിറ്റി മാറി കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ആയി. ഇനി ഞാൻ പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു, പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേം. ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന പുതുതെന്നുള്ള ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രധാനമായി ഇതാ ഞാൻ സകലമാക്കുന്നു. കെയ്നോസ് എന്ന വേർഡാണ്. കെയ്നോസ് എന്ന വേർഡാണ്, നിയോസ് എന്ന വാക്കല്ല. അത് വളരെ ആശയപുഷ്ടി ഉള്ളതായി തീർന്ന ഒരു വാക്കാണ്. ഇതിന്റെ ഗൗരവം അവസാനം പറയുന്നതിന് മുമ്പ് ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് പറയട്ടെ. ദൈവം എല്ലാം പുതുതാക്കി തീർക്കുന്ന പുതിയ യെരൂശലേമും പുതിയ ഭൂമിയും, ആ ഭൂമിയിൽ പ്രവേശിക്കണമെങ്കിൽ 2 കൊരിന്ത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5:17, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതൊഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ ദൈവം തന്നെ കാരണഭൂതൻ. മതി, ഇതാ ഞാനൊരു പുതിയ സൃഷ്ടിയാകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി. ഞാൻ ഇങ്ങനെ ആ ഭാഗവും ഓർപ്പിച്ചു വിടാൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നീട് അവസാനം ആ ഭാഗം ചിന്തിക്കാം. നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണില്ല. ഇവിടെ നമ്മൾ വായിച്ചു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയായി. ദൈവം സൃഷ്ടിക്കുന്ന പുതിയ ആകാശ ഭൂമികളിൽ, പുതിയ യെരൂശലേമിൽ എല്ലാം പുതുതാക്കി തീർക്കുന്ന ആ പ്രദേശത്തിൽ എനിക്കും നിനക്കും അല്ലെങ്കിൽ മനുഷ്യനായി പിറന്ന ഒരു വ്യക്തിക്ക് അവിടെ പ്രവേശിക്കണമെങ്കിൽ അവനും ഒരു പുതിയ ജന്മം ഉണ്ടാകണം. അല്ലാത്തവർക്ക് അവിടെ പ്രവേശനമില്ല. ഞാൻ എന്നെ ഒരു നമ്മൾ ഓർത്തതുപോലെ നീ സഖ്യയല്ല, കെയ്നോസ് എന്നെ മരിച്ചുപോയ ആത്മാവിന് വീണ്ടും ജനനം നൽകി. എന്നിൽ ദൈവാത്മാവ് സ്ഥാനമേറ്റെടുത്ത് ദൈവവചനത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി, മറ്റുള്ള മനുഷ്യരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനായി. നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞ പോലെ ആത്മാവിലും ജനിച്ച ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഇനിയും ഞാൻ പെട്ടെന്ന് പറയട്ടെ, ഈ ഭൂമി ഉണ്ടല്ലോ, 1-2 വാക്യം വായിച്ചിട്ട് ഞാൻ അങ്ങ് പോകാം. യെശയ്യാപ്രവചനം 65:17 എന്ന് വായിച്ച്. ഐസയ്യ chapter 65 verses 17. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുൻപിലെത്തവ ആരും ഓർക്കുകയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. 66:22 വായിച്ചേ. യെശയ്യാവ് 66:22. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുൻപാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശവും, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു.
2 പത്രോസ് വായിക്കാതെ ഞാൻ ഓർപ്പിക്കട്ടെ. 2 പത്രോസ് 3:12 നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. എൻ സഹോദരന്മാരോട് ഓർപ്പിക്കട്ടെ, 1000 ആണ്ട് വാഴ്ചയിൽ പോലും ക്രിസ്തുവിൽ പോലും നമ്മൾ ഓർക്കണം, ഇരുമ്പുകോൽ കൊണ്ടാണ് അവൻ അവരെ മേയ്ക്കുന്നത്. റോഡ് ഓഫ് അയൺ. എന്തിനാണ്? അവൻ ശക്തി ഉപയോഗിക്കുന്നു. രാജ്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രങ്ങൾ അനുസരിക്കാൽ ദൈവം ശക്തി ഉപയോഗിക്കും. അതിന്റെ പ്രതീകമാണ് അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കുന്നു. പുതിയ ആകാശഭൂമി. നമുക്ക് സമയം അനുവദിക്കുന്നതനുസരിച്ച് ആ ഭാഗത്തിന് ഡീറ്റെയിലിൽ പോകാം. എന്നാൽ സ്വർഗം എന്ന് നമ്മൾ വിഭാവന ചെയ്യുന്ന നിത്യതയുണ്ടല്ലോ, അതെങ്ങനെ ഇരിക്കും? അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആ പുത്തൻ യെരൂശലേമിനെ കുറിച്ച് എടുക്കുമ്പോൾ അതിന്റെ മറ്റൊരു ഭാഗം എടുക്കാം. എന്നാൽ ഇവിടെ ഓർപ്പിക്കട്ടെ, ഈ പുതിയ അല്ലെങ്കിൽ സ്വർഗമെന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്ന നിത്യതയുടെ ക്യാരക്ടർ എന്താണ്? ഞാൻ ആത്മാർത്ഥ ഹൃദയത്തിൽ നിന്ന് പറയട്ടെ, 1-2 ക്ലാസ് കൊണ്ട് എടുക്കാവുന്ന ഒരു ഭാഗം ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് കുറിച്ചിടാം. നിങ്ങളുടെ ബൈബിളിൽ 1, 2, 3, 4 എന്ന് എഴുതിയാൽ, ഞാൻ അങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ എന്റെ ബൈബിൾ നോക്കിയാൽ ഏതാണ് ചെറിയ ഡിക്ഷണറി പോലെ ഹിറ്റുണ്ട്, മുഴുവൻ വരച്ചും കുരിച്ചും വിട്ടിരിക്കുക. അതിനകത്ത് നോക്കിയാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാകും. ഞാനത് ഇംഗ്ലീഷ് ഒന്ന് പറയാം. ദ 7-fold കൺസുമേഷൻ ഓഫ് ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതികളുടെ 7 പൂർത്തീകരണം. നമ്മള് നേരത്തെ ചിന്തിച്ചു 7 പൂർണ്ണസംഖ്യയാണ്. നിത്യത അല്ലെങ്കിൽ എറ്റേണിറ്റി എങ്ങനെയാണ്? വാട്ട് ഈസ് എ സ്റ്റേറ്റ് ഓഫ് എറ്റേണിറ്റി? 7-fold കൺസുമേഷൻ ഓഫ് ഗോഡ്സ് എറ്റേണൽ പർപ്പസ്. ദൈവത്തിന്റെ നിത്യമായ 7 വിധമായ പരിപാടികളുടെ പൂർത്തീകരണം ഇവിടെ കാണുന്നു. ഓരോ ഞാൻ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് 1, 2, 3 എന്ന് എഴുതാൻ സൗകര്യമുണ്ട്. ആ 22-ാം അധ്യായം എടുത്താട്ടെ. 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 1, ഫസ്റ്റ്, യാതൊരു ശാപം ഇനി ഉണ്ടാകത്തില്ല. 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 2, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കും. 2, 3, അതിന്റെ 4-ാം വാക്യം നോക്കിയാൽ അവർ അവന്റെ മുഖം കാണും. അവർ അവന്റെ മുഖം കാണും. 5, അതിന്റെ 4-ാം വാക്യം. അവിടെ 4-ാമത്തെ കാര്യം പറയുന്നു. ക്ഷമിക്കണേ, 3-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ 3-ാമത്തെ കാര്യം, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. 4-ാമത് പറഞ്ഞിരിക്കുന്നു 4-ാം വാക്യത്തിൽ, അവർ അവന്റെ മുഖം കാണും. 5-ാം വാക്യം, ഇനി രാത്രി ഉണ്ടാകത്തില്ലേ. ആ വാക്യത്തിന്റെ അവസാനം, 5-ാം വാക്യത്തിന്റെ അവസാനം, 7-ാമത്തെ കാര്യം, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. 7 കാര്യങ്ങൾ എടുത്ത് പറയുന്നു. ഈ 7 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഏതാണ്ട് ഒരു 2 ദിവസത്തെ ബൈബിൾ സ്റ്റഡിയുടെ വിഷയമാണ്. ഞാൻ ഓർപ്പിച്ച പോലെ വളരെ കണ്ടൻസ് ആയിട്ട് ഞാനത് പറയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആ ഭാഗം കേൾക്കുക. സ്വർഗം എങ്ങനെ ഇരിക്കും, നിത്യം എങ്ങനെ ഇരിക്കും നോക്കുക. ദൈവിക പദ്ധതി നമ്മൾ ഇവിടെ വായിക്കുന്നു. 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിന്നെയും അവൻ എന്നോട് അരുളിച്ചത് സംഭവിച്ചു തീർന്നു. സംഭവിച്ചു തീർന്നു. എന്ത് സംഭവിച്ചു തീർന്നെന്നാ? മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടെടുപ്പിന്റെ പദ്ധതികൾ ദൈവം ഒരുക്കി. യുഗങ്ങൾ ഒരുക്കി. ഓരോ യുഗ ദൈവിക പദ്ധതി നിർമ്മിച്ച് കാലത്തിന്റെ തികവിൽ ദൈവത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്ന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അതിന്റെ ഫലമായി ഒരു ജനത്തെ വേർതിരിച്ച് യഹൂദന്റെ വീണ്ടെടുപ്പ് പീഡന കാലഘട്ടത്തിൽ പൂർത്തീകരിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ ദൈവപുത്രൻ ആ പെർഫെക്റ്റ് റൂളിൽ വന്ന് അതിന്റെ ശേഷം 1000 വർഷം കഴിയുമ്പോൾ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങും. അപ്പോൾ രാജ്യം പിതാവായി ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ സംഭവിച്ചു തീർന്നു. ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിൽ വരുവാൻ നമ്മൾ ഓർക്കണം. ഇത് നടക്കാതിരിക്കാൻ സാത്താന്റെ സകല പൂണിയിലെ ആയുധങ്ങൾ ഉപയോഗിച്ചു. ആരംഭത്തിൽ തൊട്ട്
സഭയുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലേ. എന്നെ അനേക പാസ്റ്റേഴ്സ് കേൾക്കുന്നുണ്ട്, അനേക ദൈവദാസന്മാർ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, എന്നും ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കും എതിരുണ്ട്. അവരനുഭവിക്കുന്നത് പൈശാചികന്റെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനകളോടാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. എന്നും പോരാട്ടത്തിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് സഭയും സഭയുടെ ദൈവദാസന്മാരും ശുശ്രൂഷകന്മാരും. അത് അനുഭവിക്കുന്നവർക്കറിയാം. എന്നാൽ അതിനെല്ലാം മറികടന്ന് ദൈവം ഉദ്ദേശിച്ചോ ദൈവം പറയുകയാണ് സംഭവിച്ചത്. അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. എത്ര സംതൃപ്തമായൊരു വാക്കാണെന്ന് ഓർക്കണം. എത്രയോ വർഷമെടുത്തു. 7000 വർഷം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കഴിയുകയാണ്. 7000 years of history ഈ ഒറ്റ വാക്കിൽ സംഭവിച്ചു തീർന്നു എന്നുള്ളതിനകത്ത് പറയാം. അതിന്റെ ശേഷം ഒന്നാമത് പറഞ്ഞത് യാതൊരു ശാപനി ഉണ്ടാകത്തില്ല. പെർഫെക്റ്റ് സിൻലെസ്നെസ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ എടുക്കാതെ പറയുകയാണ്, 3-ാം അധ്യായത്തിൽ വരുമ്പോൾ സാത്താൻ ശപിക്കപ്പെട്ടു, ഭൂമി ശപിക്കപ്പെട്ടു. സ്ത്രീയോട് പറഞ്ഞു വേദനയോടെ മക്കളെ പ്രസവിക്കും, പുരുഷനോട് പറഞ്ഞു നീ വിയർപ്പോടെ അപ്പം കഴിക്കും. നോക്കുക, ലോകം മുഴുവൻ ശാപഗ്രസ്തമായി തീർന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, യേശു ക്രിസ്തുവിലൂടെ ആ ശാപം മാറ്റുകയാണ്. തിരുവചനത്തിൽ വായിക്കുന്ന വാക്യങ്ങൾ എടുക്കാതെ ഞാൻ പറയുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി, ഗലാത്യർ 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. അവസാനം ഈ ഭൂമിയുടെ ശാപം എടുത്ത് മാറ്റുന്നു. മുള്ളും പറക്കാരയും ഇല്ലാത്തൊരു ലോകം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ലോകം. ഒന്ന് ചിന്തിച്ചു നോക്കുക, യാതൊരു ശാപവുമില്ലാത്തൊരു ഭൂമി. 2, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. രണ്ടാമത് പറഞ്ഞ കാര്യം അതാണ്, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെ ഇരിക്കും. ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചോട്ടെ, അത് പെർഫെക്റ്റ് റൂൾ ആൻഡ് അതോറിറ്റി. പെർഫെക്റ്റ് റൂൾ ആൻഡ് അതോറിറ്റി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏദനിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനോട് സംസർഗം നടത്തുകയാണ്. എത്ര പെർഫെക്റ്റ് ആയിരുന്നു. അതിനെല്ലാം കാരണം എന്നാ? ദൈവത്തിന്റെ റൂള്, ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം പൂർണ്ണമായി കാര്യങ്ങൾ നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിത്യതയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അവിടെ ഇരിക്കും. അത് നോക്കുക, ഇറ്റ് ഷോസ് ദ പെർഫെക്റ്റ് റൂൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പൂർണ്ണ അധികാരം. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണം ഈ ദൈവത്തിന്റെ സിംഹാസനമാണ്. നമ്മള് 22-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇപ്പോൾ എടുക്കുന്നില്ല. നോക്കുക, ദൈവ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുകയാണ് പളുങ്കുപോലെയുള്ള കടല്. അനുഗ്രഹങ്ങൾ ഓരോന്നും ആ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. അവന്റെ പെർഫെക്റ്റ് റൂൾ. നമ്മളൊന്ന് ആലോചിക്കുക, സാത്താൻ വാഴുന്നു, ഈ ലോകത്തിൽ ദുഷ്ടന്മാർ വാഴുന്നു, കണ്ണുനീര് പൊഴിക്കുന്നു, ഇവിടെ മരണം നടക്കുന്നു. എന്നാൽ ദൈവം സിംഹാസനത്തിൽ, ദൈവപുത്രൻ സിംഹാസനത്തിൽ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരിക്കും, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരിക്കും. വളരെ ദീർഘമായി നമുക്കത് പഠിക്കാൻ സാധിക്കും. സഖറിയാവ് 14:9 വായിക്കുന്നുണ്ട്, അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. ലെറ്റ് മീ റിമൈൻഡ് യു, വെളിപ്പാട് 22:1 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ സിംഹാസനം അതിൽ ഇരിക്കും. പെർഫെക്റ്റ് റൂൾ ആൻഡ് അതോറിറ്റി. യാതൊരു ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിലിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഓടിച്ചു പോവുകയാണ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹിസ് സെർവന്റ് ഷാൽ സെർവ് ഹിം. അവന്റെ ദാസന്മാർ അവനെ സെർവ് ചെയ്യും. എന്താ വാക്കിന്റെ അർത്ഥം? അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കും. സ്വർഗത്തിൽ പലരും ചിന്തിക്കുന്നുണ്ട്, നമ്മളെ എവിടെ ഒരു ഹോളിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് നമ്മളെ 24 മണിക്കൂറും 365 ദിവസവും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അല്ല,
തെറ്റിദ്ധരിക്കരുത്. ഏദനിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ നമ്മൾ ഓർക്കണം, വേല ചെയ്യുവാനും കാപ്പാനും അവനെ അവിടെ ആക്കി. ഇവിടെ വായിക്കുന്നു, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആരാധന അവരുടെ സേവനത്തിന്റെ ഒരു പാർട്ടാണ്. ഇവിടെ വായിക്കുന്നത് they will serve him, അവനെ സേവിക്കും. യെസ്, നമ്മള് ദൈവത്തെ സേവിക്കും. നാം അവൻ ചെയ്യാനുള്ളതൊക്കെ നമ്മോട് ആവശ്യപ്പെടുന്നതും മാത്രമല്ല, സ്വമേധയായി നാം നിത്യതയുള്ള ബന്ധത്തിൽ ദൈവത്തെ സേവിക്കും. അടുത്തത്, അതിന്റെ ആശയം മുഴുവൻ എനിക്ക് പറയാൻ നിവൃത്തിയില്ല. 4-ാം വാക്യത്തിൽ 4-മതൊരു കാര്യം പറയുന്നു, അവർ അവന്റെ മുഖം കാണും. They shall see his face. Unclouded fellowship. യാതൊരു മറയുമില്ലാത്ത ഒരു കൂട്ടായ്മ. ഇസ്രായേലിനെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം പറഞ്ഞു. മോശയോട് പറഞ്ഞു, അഹരോനോട് പറഞ്ഞു എങ്ങനെ ജനത്തെ അനുഗ്രഹിക്കണം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 23 തൊട്ടുള്ള വാക്യം വായിക്കണ്ട. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം തരട്ടെ. അവിടെ പറഞ്ഞ അനുഗ്രഹം നോക്കാട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ പറയട്ടെ, നരകമെന്ന പഠിച്ചപ്പോൾ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ദൈവ സന്നിധിയും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ സന്നിധാനവും വിട്ടകന്ന് അവന്റെ സാന്നിധ്യം വിട്ട്, അവന്റെ വല്ലഭത്വം നിറഞ്ഞ അവന്റെ സന്നിധി വിട്ട് അവർ നരകം നിത്യാഗ്നിയിലേക്ക് പോകും. വിശുദ്ധന്മാരോ അവന്റെ മുഖം കാണും. They shall see his face. ഞാൻ ഇങ്ങനെ ഇതിനെ കുറിച്ച് പറയാറുണ്ട്. നോക്കുക, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, മോശ പോലും ദൈവത്തോട് അപേക്ഷിച്ചു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്റെ മുഖം ഒന്ന് കാണണം. ദൈവം എന്താ പറഞ്ഞേ? എന്നെ കണ്ടിട്ട് ആർക്കും ജീവിപ്പാൻ കഴിയില്ല. ഇവിടെ ഒരു പാറയുണ്ട്, ആ പാറയുടെ വിള്ളലിൽ നിന്നെ ഒളിപ്പിച്ചിട്ട് എന്റെ കരം കൊണ്ട് നിന്നെ മറച്ചിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ തേജസ് നിന്നെ ഒന്ന് കാണിക്കാം. ആ മോശയ്ക്ക് പോലും കാണാൻ ദൈവം പറഞ്ഞു, എന്നെ കണ്ടിട്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. ദൈവമാണ്, കഴിയില്ല. എന്നാൽ ഇവിടെ വായിക്കുന്ന കണ്ടോ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അതിനൊരു ദൃഷ്ടാന്തം. ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ സംസാരിക്കുന്നതിനോ അവർ തമ്മിൽ സമയം ചെലവഴിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. They have an unclouded fellowship. We are going to have an unclouded fellowship with the eternal God. നിത്യനായ ദൈവത്തോട് നമുക്ക് യാതൊരു മറയുമില്ലാതെ അവനെ കാണുവാനും സംസാരിപ്പാനും ആരാധിപ്പാനും ഒരു പിതാവിന്റെ അടുക്കൽ ഓടി വരുന്ന പോലെ ആ ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ നമുക്ക് സാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം. എന്തൊരു പദമാണത്! അവരവന്റെ മുഖം കാണുമെന്നുള്ളത് എന്തൊരു പദമാണ്! അത് നിത്യതയുടെ മനോഹരമായ ഒരു ചിത്രം. എന്റെ സഹോദരന്മാരെ, മറുഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ നരകത്തിൽ വീഴുന്നവർ, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് പറയുമ്പോൾ അവർ എന്നും ദൈവസന്നിധി വിട്ടു പോയിക്കൊണ്ടിരിക്കും. പാതാളത്തിനൊരു സ്ഥലമുണ്ട്, അഗാധ കൂപം എന്ന മലയാളത്തിൽ, പക്ഷെ ഇംഗ്ലീഷിൽ എങ്ങനെയാ? ബോട്ടംലെസ് പിറ്റ് എന്ന. ഒരുത്തനെ അങ്ങനെ ഒരു കുഴിയിലിട്ടാൽ ഇവൻ എപ്പോഴാണ് അടി ചെല്ലുന്നത്? അതിന് അടിയില്ലെന്നാ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവൻ വീണുകൊണ്ടിരിക്കും. അവർ നിത്യനാശം. തിരുസന്നിധി വിട്ട്, അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വം, അവന്റെ സന്നിധി വിട്ട് അവരിങ്ങനെ മാറിപ്പോകും. എന്നാൽ വിശുദ്ധന്മാർ, we will have an unclouded fellowship. അവർ അവന്റെ മുഖം കാണും. ഓ, നമ്മളൊക്കെ ആരായിരുന്നു? ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരായി പാപികളായിരുന്നു. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം നോക്കിക്കാട്ടെ. പിന്നീട് നമ്മൾ വായിക്കുന്നത് അതിന്റെ വെളിപ്പാട് 22-ന്റെ 4-ാം വാക്യത്തിൽ 5-ാമത്തെ കാര്യം വായിക്കുന്നു. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. എന്താ അങ്ങനെ എഴുതാൻ കാരണം? ഞാനത് വിശദമായി പറയാനായിട്ട് എനിക്ക് കഴിയും, പക്ഷേ ഒരു ദൃഷ്ടാന്തം കൊണ്ട് ഞാൻ പറയാം.
നമ്മുടെ കുട്ടികളൊക്കെ, നിങ്ങള് അമേരിക്കയിലുണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ അമേരിക്ക ബുക്കൊന്നും ഉപയോഗിക്കത്തില്ലായിരിക്കും. നോക്കുക, ഇന്ത്യയിലൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ ഈ പിള്ളേരുടെ ഏറ്റവും വലിയ ഇല്ലെന്ന് പറഞ്ഞാൽ പുതിയ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ മേടിക്കും. ഈ നോട്ട്ബുക്കും പുസ്തകമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് എല്ലാ ബുക്കിലും അവരുടെ പേരെഴുതി വെക്കും. എന്താ എഴുതി വെക്കുന്നത്? അവർക്ക് പറയണം, ഇത് എന്റെ ബുക്കാണ്, ആരെങ്കിലും എടുത്താൽ അല്ലെ നഷ്ടപ്പെട്ട പറയും ഇത് എന്റെ ബുക്കാ, എന്റെ പേര് അതിലുണ്ട്. ഓക്കെ, ഇവിടെ വായിക്കുന്നു, അവർ അവന്റെ നാമം അവരുടെ നെറ്റിയിൽ. 3-ാം അധ്യായം എടുത്ത വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യം നോക്കിയേ. 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. വിശ്വസ്തരായ ഫിലദൽഫിയ സഭയോട് കർത്താവ് പറയുന്ന, ജയിക്കുന്നവനെ ഞാൻ എന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. യെസ്, അവിടെ കണ്ടോ, ഞാൻ എന്റെ നാമം എഴുതും. എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് ഇറങ്ങുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം എഴുതും, എന്റെ പുതിയ പേരെഴുതും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ വിലപ്പെട്ടതായി, വാട്ട് ഈസ് ഓൾ പ്രഷ്യസ് ഐ ആം ഗോയിങ് ടു റൈറ്റ് ഓൺ ദ റിഡീംഡ് പീപ്പിൾ, വീണ്ടെടുക്കപ്പെട്ടവരുടെ നെറ്റിയിൽ ഞാൻ അത് എഴുതാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു ബി ഐഡന്റിഫൈഡ് വിത്ത് ഇറ്റ്. എന്നാൽ അതിലുപരിയായിട്ടൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ വാക്യങ്ങൾ എടുക്കാതെ വായിക്കട്ടെ. തീത്തോസ് 2:4 വായിക്കുമ്പോൾ, നമ്മളെ സകല അധർമ്മത്തിൽ നിന്നും എന്തിനാ വീണ്ടെടുത്തത്? സൽപ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തീരാൻ. That we should be a people of his own. അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വാക്യം. We should be a people of his own. അവന്റെ സ്വന്തം ജനമെന്ന് അവൻ അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ. A people of his own. അവന്റെ സ്വന്തം ജനം. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അവന് നമ്മളെ ഇന്നും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അവൻ ഇന്നും കിട്ടിയിട്ടില്ല. ദൈവദാസന്മാരായ ഞങ്ങൾക്കും പറയാൻ കഴിയും, ഞങ്ങൾ 100 കൂട്ടം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരാ. എന്നാല് ദൈവത്തിന്റെ അവന് വേണ്ടി മാത്രം വേർതിരിഞ്ഞൊരു ജനമായി ഞങ്ങൾ തീർന്നിട്ടില്ല. എന്നാൽ ഒരിക്കൽ ഞങ്ങളെ അവന്റെ കരങ്ങളിൽ കിട്ടും, നിങ്ങളെ അവന്റെ കരങ്ങളിൽ കിട്ടും. അവൻ നമ്മുടെ നെറ്റിയിൽ ആ പേരെഴുതുമ്പോൾ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അവൻ പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തു, നീ എനിക്കുള്ളവളായിരുന്നു, നിന്നെ എനിക്കൊരു സ്വന്തം ജനമാകുവാനാ ഞാൻ കൊടുത്തത്, നിന്നെ പൂർണ്ണമായി എനിക്ക് കിട്ടിയില്ല, പക്ഷേ ഇനി നിന്നെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല, ഇതാ എന്റെ പേര് നിന്റെ നെറ്റിയിൽ ഞാൻ എഴുതി വെക്കുകയാണ്. That is a love he has towards us. എന്നോടും നിങ്ങളോടുമുള്ള അവന്റെ സ്നേഹം അതാണ്. നിന്നെ ഇനി ഞാൻ ആർക്കും കൊടുക്കത്തില്ല, എനിക്ക് വേണ്ടി മാത്രമായിരിക്കുന്നു. എന്നെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്, എന്നെ വീണ്ടെടുത്തത് അതുകൊണ്ടാണ്. ഞാൻ അവൻ്റേത് മാത്രമായിരിക്കാൻ അവൻ കൊതിക്കുന്നു. അന്ന് അവന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നിത്യതയിൽ അവന്റെ പേരെന്റെ നെറ്റിയിൽ എഴുതി വെക്കും. സഹോദരന്മാരെ, സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇനി രാത്രി ഉണ്ടാകത്തില്ല. ആശ്ചര്യമായ രാത്രിയില്ല അവിടെ. ഞാനത് എടുത്തോളാം പുത്തൻ യെരൂശലേമിനെ കുറിച്ച് എടുക്കുമ്പോൾ. അവിടെ രാത്രിയില്ല. തിരുവചനത്തിൽ വളരെ വ്യക്തമായി വായിക്കുന്നു, അവിടെ രാത്രിയിൽ. എന്നാൽ തിരുവചനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ രാത്രി എന്ന് പറയുന്നത്, ഒരു വാക്യം ഓർത്താ മതി, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുത്തു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, അന്ധകാരത്തിൽ നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തി. ഇരുട്ടിൽ നടക്കാതെ വെളിച്ചമുള്ളവരായി തീരും. അനേക വാക്യങ്ങൾ ഇരുട്ട്, രാത്രി, നമ്മുടെ പാപാവസ്ഥ, സംശയത്തിന്റെ അവസ്ഥ, അവിശ്വസ്തയുടെ അവസ്ഥ, ഇതൊക്കെ കാണിക്കുന്നു ഇരുട്ട്. ഒരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്, എല്ലാ വൈശ്യസും എല്ലാ തോന്നിവാസവും കാണിക്കുന്നു എപ്പോഴാ? ഇരുട്ടില്ല. ആണോ? എല്ലാ പാപം ചെയ്യുന്നതും പാപത്തിന്റെ മൂർധന്യാവസ്ഥ ഇരുട്ടില്ല, ഒരു മറയാ. എന്നാൽ ഇവിടെ വായിക്കുന്നു, ഇനി അതിന്റെ ആവശ്യമില്ല, രാത്രി ഉണ്ടാകത്തില്ല.
പിന്നീട് നമുക്കത് അല്പം കൂടെ വിശദമായി ചിന്തിക്കാം. ഏഴാമതൊരു കാര്യം പറയുന്നു, നോക്കുക, അതിന്റെ 5-ാം വാക്യത്തിന്റെ അവസാനം, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ആരെ കുറിച്ചാ പറയുന്നത്? എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും, വീണ്ടെടുത്ത ദൈവമക്കളെ കുറിച്ച്. ആരെ വാഴും എന്താണെന്നുള്ളത് ഞാൻ എടുക്കാം. എന്നേക്കും എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ എടുക്കാം. അതെടുക്കാൻ ഞാൻ ഒരു ഫ്യൂ മിനിറ്റ്സ് എടുക്കുന്നു. ഈ പുത്തൻ യെരൂശലേമിനെ കുറിച്ചൊന്ന് പറഞ്ഞ ശേഷം ഞാൻ ഇതെടുക്കാം. ഒരു കാര്യം ഓർക്കുക, we shall reign forever and ever. നമ്മള് എന്നും വാഴാൻ പോവുകയാണ്. that is the perfect glory. അതാണ് പൂർണ്ണമായ മഹത്വം. ഞാനത് വിശദീകരിക്കാം. എന്നാൽ ഈ what is the state of eternal, how is the eternal state? എങ്ങനെയാണ് നിത്യത എന്ന് ചോദിച്ചാൽ, സ്വർഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 7 വാക്യങ്ങൾ ഏഴ് സംഭവങ്ങൾ അപഗ്രഥിച്ചാൽ ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണം, the consummation of God's purpose in eternity, അത് സ്വർഗമായി മാറുകയാണ്. ഇത് സംഭവിക്കുമ്പോഴാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വരുന്നത്. സ്തോത്രം. എന്നാൽ ഇനി ദൈവം വെളിപ്പെടുത്തി തന്ന ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് പോകാം. നമ്മൾ കണ്ടു, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടി. പലരും ഒരു കാര്യം ചിന്തിക്കുന്നു, ഞാൻ പുത്തൻ യെരൂശലേമിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഭൂമിയെ കുറിച്ചൊന്ന് പറയട്ടെ. വെളിപ്പാട് 20-ന്റെ 1-ാം വാക്യത്തിൽ ഞാൻ പുതിയ ആകാശവും ഭൂമിയും കണ്ടു. ഈ പുതിയ ഭൂമി എന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്നത് വേറെ ഒരു ഭൂമിയെ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ വേറെ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ പിന്നെ എന്തിനാ പത്രോസ് രേഖപ്പെടുത്തിയ പോലെ മൂലപദാർത്ഥങ്ങളെ കത്തിയൊഴിച്ച് ഇതിൽ നിന്നൊരു ഒരു ഭൂമി ഉണ്ടാക്കുന്നത്? ആ പുതിയ ഭൂമിയാണെങ്കിൽ ഈ പഴയതങ്ങ് മാറ്റിക്കളഞ്ഞാൽ പുതിയതുണ്ടാക്കിയാൽ പോരെ. എന്നാൽ 1-2 വാക്യം വായിക്കാം. സഭാപ്രസംഗി 1-4 എടുത്തി. നിങ്ങൾ രണ്ടുപേരും മാറി മാറി വായിക്കുന്നുണ്ട്. ഒരാള് സഭാപ്രസംഗി 1-4, ഒരാൾ 104-ാം സങ്കീർത്തനം 5 എടുത്താട്ടെ. സഭാപ്രസംഗി 1-4 വായിച്ചിട്ട് 104-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നോക്കുക, ഭൂമിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിലനിൽക്കുന്നു. The earth abides forever. ആരായി പറയുന്നത്? ദൈവമാണ്. ഭൂമി മാറത്തില്ല. It will abide forever. 104-ാം സങ്കീർത്തനം 5-ാം വാക്യം. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. യെസ്, ഭൂമിയെ ഇളകിപ്പോകാതെ വണ്ണം, so that it should not be moved forever. ഒരിക്കലും ഭൂമി മാറിപ്പോകത്തില്ല. 119-ാം സങ്കീർത്തനം 119-ാം സങ്കീർത്തനത്തിന്റെ 90-ാം വാക്യം നോക്കിയേ. അതുകൂടെ വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോകാം. 119-ാം സങ്കീർത്തനത്തിന്റെ 90-ാം വാക്യം. നിന്റെ വിശ്വസ്ത തലമുറയോളം ഇരിക്കുന്നു, നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. ഭൂമി എന്നേക്കും നിലനിൽക്കുന്നു. ഭൂമി അത് മാറിപ്പോകാതെ വണ്ണം നീ അതിനെ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്റെ സൗരന്മാരെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വസിക്കുന്ന ഭൂമി എന്ന ഗോളം ഇല്ലാതെ പോയിട്ട് വേറെ ഒരു ഭൂമിയെ കൊണ്ടുവരികയല്ല. പുതിയ ഭൂമി ദൈവം സൃഷ്ടിക്കുമ്പോൾ കൈനോസ് എന്ന വേർഡാണ്. ഈ കൈനോസ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കണ്ടു, പുതുതാക്കി തീർക്കുക എന്നാണ്. ഇത് 7-ാമത്തെ സ്റ്റേജാണ്. ഭൂമിയുടെ 7-ാമത്തെ സ്റ്റേജാണ്. ഞാൻ 1, 2, 3 7 പൂർണ്ണതയാണ്. ഞാൻ 1, 2, 3 എന്ന് എളുപ്പം പറയും. നിങ്ങൾ കുറിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ CD വീണ്ടും ഈ റെക്കോർഡ് ചെയ്ത മെസ്സേജ് വീണ്ടും കേട്ടാൽ മതി. ഒറിജിനൽ എർത്ത്, 1-ാമത് ഒറിജിനൽ എർത്ത്. ജനസിസ് 1-1 ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു. ദാറ്റ് ഈസ് ഒറിജിനൽ എർത്ത്. ദൈവം അത് സൃഷ്ടിച്ചപ്പോ പാഴിശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത്. ഈ വാക്യം വായിച്ച യെശയ്യാവ് 45-ൽ നിന്ന്. കാരണം പലരും ഓർക്കുന്നത് ഭൂമിയെ ദൈവം ഉണ്ടാക്കിയത് പാഴിശൂന്യമായി. യെശയ്യാവ് 45-ന്റെ 18-ാം വാക്യം നോക്കി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചത് എങ്ങനെയാ? ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്തിന് അതിനെ നിർമ്മിച്ചത്. ആദിയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വ്യർത്ഥമായിട്ടല്ല.
who did not create it in vain. He didn't create it in vain. അതിനെ പാഴ്ശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത്, അവൻ അതിനെ പാർക്കുവാനായിട്ട് സൃഷ്ടിച്ചതാണ്. ആദിയിൽ സൃഷ്ടിച്ച ഭൂമി, ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു. വചനം തീർത്തു പറയുന്നു, he didn't create it in vain. അവൻ അതിനെ ശൂന്യമായിട്ടല്ല സൃഷ്ടിച്ചത്. രണ്ടാമത്തെ ഭൂമി chaotic earth, തകർന്നുപോയ ഭൂമി. ഉൽപ്പത്തി 1:2 വായിക്കുന്നില്ലേ? അവിടെ വായിക്കുന്നുണ്ട്, ഭൂമി പാഴായി ശൂന്യമായി ഇരുളുകൊണ്ട് മൂടുകയാണ്. എന്താ കാരണം? പാപം മൂലം. പക്ഷെ ആദ്യത്തെ നോക്കുക, അവിടെ വായിക്കുന്നു chaotic earth. ആര് പാപം ചെയ്തു? മനുഷ്യനെ എപ്പോൾ സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ആര് പാപം ചെയ്തെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ബൈബിളിൽ ആരിവിടെ പാർത്തു എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെങ്കിൽ ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഡൈനോസറിന്റെ ഫോസിലൊക്കെ ഉണ്ടല്ലോ, ആ കാലത്തുള്ളതായിരിക്കാം. കാരണം ശാസ്ത്രം പറയുന്നു ഇത് ഇത്ര മില്യൺ ഇയേഴ്സ് ഒക്കെ മുമ്പുള്ളതാണ്. ഈ വാക്യങ്ങൾ തമ്മിലുള്ള അകലം ആര് കണ്ടു? ആരും കണ്ടിട്ടില്ല. ഒരു കാര്യം എനിക്കറിയാം, ഭൂമിയെ പാർപ്പാൻ സൃഷ്ടിച്ചതാണ്. എന്തോ വലിയ വിപത്ത് കൊണ്ട്, പാപം കൊണ്ട് ഈ ഭൂമി പാഴിശൂന്യമായി മാറി. സെക്കൻഡ്, 3 ഉൽപ്പത്തി 1:28 വായിക്കാതെ പറയട്ടെ, 6 ദിവസം കൊണ്ട് ഈ പാഴായ ഭൂമിയെ വീണ്ടും വാസയോഗ്യമാക്കുന്നു. ഓരോ ദിവസം സൃഷ്ടിച്ച അവസാനം വരുമ്പോൾ ഗുഡ് ഗുഡ് ഗുഡ്, നല്ലത് നല്ലത് നല്ലതെന്ന് പറഞ്ഞു. ഏറ്റവും നല്ലതെന്ന് എപ്പോഴാ പറഞ്ഞെന്നറിയോ? ഒരു കുടുംബത്തെ സൃഷ്ടിച്ച ശേഷമാണ്. It is after creating a family, God said, very good. ഇന്നും ഭൂമിയിൽ ഏറ്റവും നല്ലതൊരു കുടുംബമാണ്. ഹല്ലേലൂയ. ഏഡിനിക് എർത്ത് മൂന്നാമത്തേത്. 4, ആ മനുഷ്യൻ, അവിടെ ആക്കിയ മനുഷ്യൻ പാപം ചെയ്തു പോയി. പാപം ചെയ്തപ്പോൾ ആ ഭൂമിക്ക് പറയുന്ന പേരാണ് fallen earth, വീണുപോയ ഭൂമി. ഉൽപ്പത്തി 3:14 തൊട്ട് 19 വരെയുള്ള വാക്യം. അവിടെ നമ്മൾ കടന്നു വരുമ്പോൾ മുള്ളും പറക്കാരയും മുളച്ചു, ശാപമുണ്ടായി. മനുഷ്യൻ വിയർപ്പോടെ കഴിക്കുന്നു, സ്ത്രീ വേദനയോടെ പ്രസവിക്കുന്നു. ഇറ്റ് ഈസ് എ fallen earth. ദൈവം ഉണ്ടാക്കിയ ഏഡിനിക് എർത്തല്ല. മനുഷ്യന്റെ ആയുസ് കുറയുവാൻ തുടങ്ങി, മനുഷ്യന്റെ ആയുസ് കുറയാൻ തുടങ്ങി. fallen earth. 5, എർത്ത് ആഫ്റ്റർ ഫ്ലഡ്, ജലപ്രളയത്തിന്റെ ശേഷം ഉള്ള ഭൂമി. അത് അങ്ങനെ വ്യത്യാസമുണ്ടോ? നിങ്ങൾ ഉൽപ്പത്തി 7:11 വായിച്ചാൽ, ഞാൻ പറഞ്ഞു പോവുകയാണ്, എടുക്കാൻ നിവൃത്തിയില്ല. ഉൽപ്പത്തി 1:6-7 നോക്കിയാൽ മനുഷ്യന്റെ ആയുസ് ദീർഘമായിരുന്നു. പക്ഷേ അവിടെ തൊട്ട് മനുഷ്യന്റെ ആയുസ് കുറയാൻ തുടങ്ങി. ഈ ഭൂമിക്ക് മീതെ വെള്ളം കൊണ്ടൊരു വിധാനം ഉണ്ടായിരുന്നു. ആ വിധാനം താഴെ വന്നു. ആ വിധാനം ഈ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസിനെയൊക്കെ ഫിൽട്ടർ ചെയ്തിരുന്നു. ആ ഫിൽട്ടറിങ് പ്രോസസ്സ് പോയി. സൂര്യന്റെ രശ്മി നേരെ നമ്മളെ വന്ന് അടിക്കുന്നു. നമ്മുടെ ആയുസ് കുറയാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 80 വയസ്സ്, ഏറിയാൽ 80, അല്ലെങ്കിൽ അതിന്റെ പ്രതാപം, പ്രയാസം, ദുഃഖമൊക്കെയായി മാറി. fallen earth after the flood. ഇനിയും ഈ ഭൂമിക്ക് ഒരു വ്യത്യാസം വരാൻ പോകുന്നു. വെളിപ്പാട് 20 ആദ്യത്തെ 10 വാക്യം, സഹസ്രാബ്ദ ഭൂമി, മില്ലിനിയൽ എർത്ത്. അവിടെ കർത്താവ് റീസ്റ്റോർ ചെയ്യുന്നു 1 by 1. അവസാനം 7ാമത് വരുന്നതാണ് നമ്മൾ ഇപ്പം വായിച്ച പുതിയ ഭൂമി. That is a 7th stage. 7ാമത്തെ ഭൂമി ആണ് ഈ അർത്ഥം എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. എന്നാൽ ഇവിടെ 1-2 ഭാഗം ഞാനൊന്ന് ഓർപ്പിക്കാം. പത്രോസിന്റെ ലേഖനം ഒന്ന് വായിച്ചാട്ടെ സിസ്റ്ററെ. 2-ാം അധ്യായം 2 പത്രോസ് 3:7 ഒന്ന് വായിച്ചേ. 2 പത്രോസ് 3:7. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. 10ാം വാക്യം, അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ.
2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 5 തൊട്ടുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഭൂമി, ലോകം ഇങ്ങനെയുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ഭൂമി എന്നും ലോകമെന്നും പറയുന്നു. അവിടെ വായിക്കുന്നു, അതിനാൽ ആകാശം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. ഇവിടെ വായിക്കുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു. ആ ലോകം എന്ന വാക്ക് ഗ്രീക്കിൽ എന്താണെന്നറിയാമോ? കോസ്മോസ് എന്ന. കോസ്മോസ്. അന്നുള്ള ലോകം നശിച്ചു എന്ന് പറയുമ്പോൾ ഭൂമി എന്ന ഗോളം നശിച്ചെന്നല്ല, കോസ്മോസ്. കോസ്മോസ് എന്ന വാക്കിൽ നിന്നാണ് നമുക്ക് കോസ്മെറ്റിക് എന്ന വാക്ക് കിട്ടിയത്. കോസ്മോസ് എന്ന വാക്കിൽ നിന്നാണ് കോസ്മെറ്റിക് എന്ന വാക്ക് കിട്ടിയത്. ആ കോസ്മെറ്റിക് എന്ന വാക്കിൽ നിന്ന് നമുക്ക് ഈ ആശയം പിടികിട്ടുന്നു. ലോകത്തെ ദൈവം ക്രമീകരിച്ച ഒരു കോസ്മെറ്റിക് ഇവിടെ മനോഹരമായി സൃഷ്ടിച്ചു. ഇന്നത്തെ ലോകം, ആ ലോകം മുങ്ങി നശിച്ചു എന്ന് പറഞ്ഞാൽ ബഹിർഗമായ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം നശിച്ചുപോയി. ഗോളം നശിച്ചെന്നല്ല, കോസ്മെറ്റിക്, കോസ്മോസ്. ഇന്നുള്ള ഭൂമി അതുപോലെ തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, ഈ ഭൂമി 7-ാമത്തെ സ്റ്റേജ് വരുമ്പോൾ അതൊരു പുതിയ ഭൂമിയാകും. അത് ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തിയാണ്. സംഭവിച്ചു തീർന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂമിയെ പുതുതാക്കി ദൈവം തീർക്കുന്ന ഒരു സമയം. ആ ഭൂമിയെ കുറിച്ച് പഠിക്കാനുണ്ട്, ബാക്കി ഞാൻ വിടുന്നില്ല. സമുദ്രമില്ലാത്തൊരു ഭൂമി. ഇന്ന് കരയും ഭൂമിയും തമ്മിൽ നോക്കിയാൽ 1/3 ഉള്ളൂ കര. എന്നാൽ അന്ന് ഈ സമുദ്രമില്ലെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വലുപ്പം എത്ര വലുതായിരിക്കും. എന്നാൽ ഇവിടെ ഈ 21-22 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഞാന് ഇനി ഓടിച്ച് പെട്ടെന്ന് പറഞ്ഞാലേ ഒക്കുള്ളൂ. നോക്ക്, അവിടെ നമ്മൾ വായിക്കുന്നു, ഈ ഭൂമിയുടെ ഒരു തലസ്ഥാനമുണ്ട്, ക്യാപിറ്റൽ സിറ്റി. സിറ്റിയാണ് സിറ്റി. ഏത് രാജ്യത്തിന്റെയും ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുമ്പോൾ ആ രാജ്യത്ത് താമസിക്കുന്നവർക്ക് വളരെ അഭിമാനം. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC, അമേരിക്കൻ ക്യാപിറ്റൽ വാഷിംഗ്ടൺ DC. ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറ. പലരും ചിന്തിക്കുന്നത് സിഡ്നിയാണെന്ന്. സിഡ്നി അല്ല, കാൻബറ. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ഇതെല്ലാം പട്ടണങ്ങളാണ്. മാത്രമല്ല ആ രാജ്യത്തിന്റെ സിറ്റിസൺസിന് ഭയങ്കര അഭിമാനമാണ് അവരുടെ ക്യാപിറ്റലിനെ ഓർത്ത്. വാഷിംഗ്ടൺ ഒക്കെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. വളരെ മനോഹരമായ പട്ടണം. നോക്കുക, നമ്മുടെ പൗരത്വം ഫിലിപ്പിയർ 3:20 വായിക്കുന്നത് സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ ഒരു സിറ്റി ഉണ്ട്. ആ സിറ്റിയുടെ പണി നടന്നുകൊണ്ടിരിക്കുക. സിറ്റിയാണോ? 10-ാം വാക്യം നോക്കി, 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഓക്കെ, ഇവിടെ വായിക്കുന്നു ദ ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി. അങ്ങനെ ഇംഗ്ലീഷ് വായിക്കുന്നത് ദ ഗ്രേറ്റ് സിറ്റി, ദ ഹോളി സിറ്റി. ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ, ഏത് സിറ്റിയാണ് വിശുദ്ധ സിറ്റി? Cities are the breeding place of sin. സകല പാപത്തിന്റെ ബ്രീഡിംഗ് പ്ലേസ് എന്ന് പറയുന്ന സിറ്റീസാണ്. ഏറ്റവും കൂടുതൽ ഗാർബേജ് ഉള്ള സിറ്റികളാണ്. പക്ഷേ വിശുദ്ധ പട്ടണമെന്ന് രേഖപ്പെടുത്തിയ ഒറ്റ പട്ടണമേ ഉള്ളൂ. ആ പട്ടണമാണ് ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. That is the only holy city, and that is a capital of this new earth. പുതിയ ഭൂമിയുടെ ക്യാപിറ്റലാണ് ഈ യെരുശലേം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ എറ്റേണൽ ഹോം ഓഫ് ദ റിഡീംഡ്. വീണ്ടെടുക്കപ്പെട്ടവരുടെ നിത്യമായ വാസസ്ഥലമാണത്.
ആരാ ഈ പട്ടണം പണിയുന്നത്? 2 വാക്യം ഒന്ന് വായിക്കാം. എബ്രായലേഖനം 11:10 വായിച്ചാട്ടെ. നമുക്കത് ഇച്ചിരി വെളിച്ചം തരുന്നു. അബ്രഹാം നോക്കി പാർത്തത് അതിനു വേണ്ടിയാ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണം ദൈവം ശില്പിയായി നിർമ്മിച്ചു. ഹൂസ് ബിൽഡർ ആൻഡ് മേക്കർ ഈസ് ഗോഡ്. കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു, അത് ഈ 10ാം വാക്യത്തിൽ കണ്ടു, ദൈവ തേജസ് ഉള്ളതായി. 21ന്റെ 2ാം വാക്യം, പുതിയ യെരൂശലേം വിശുദ്ധ ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരുപാട് വിവാഹങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഒരു പെൺകുട്ടി ഏറ്റവും സൗന്ദര്യവതിയായി വന്ന് നിൽക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? അവളുടെ വിവാഹ ദിവസമാണ്. അവളെ ഒരുക്കാൻ എത്ര പേരുണ്ട്? അവളെ ഒരുക്കിയെടുക്കുകയാണ്. അവളെ ഒന്ന് കണ്ടാൽ ഭയങ്കര സൗന്ദര്യവതിയായിരിക്കും. സൗന്ദര്യമില്ലാത്തവരെ സൗന്ദര്യമുള്ളവരാക്കിക്കൊണ്ട് അവിടെ നിർത്തും. അത്ര കരങ്ങൾ പ്രവർത്തിച്ച് അവരെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആക്കി അവിടെ കൊണ്ട് നിർത്തുകയാണ്. അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇവിടെ നാട്ടിലാണെങ്കിലും അങ്ങനെ സ്ത്രീ വിവാഹത്തിന് ഒരുക്കുന്നവർക്കൊക്കെ അവരുടെ ഗ്രേഡ് അനുസരിച്ച് ഭയങ്കര കാശാണ്. ഇവിടെ ആരാ? ഇവിടെ വായിക്കുന്നു, ആരാ ഇത് ഒരുക്കിയത്? ഐ ഗോ ടു പ്രിപ്പയർ ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ ആസ് എ പ്രിപ്പയർഡ് ബ്രൈഡ്. Who is the person who prepared this city? It is the Lord Jesus Christ. നമ്മുടെ കർത്താവാണ് ആ പട്ടണം ഒരുക്കിയത്. ആമേൻ. സ്തോത്രം. And who is the builder and who is the architect? ഇവിടെ ഞാൻ താമസിക്കുന്നത് കൊച്ചിയില, സിറ്റിയാ. ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. ഒരുപാട് പേര് വന്ന് മേടിക്കുന്നു. ഇവിടെ നല്ല ബിൽഡേഴ്സ് ഉണ്ട്. ബിൽഡേഴ്സിന്റെ ഫ്ലാറ്റ്സിനൊക്കെ ഭയങ്കര വിലയാണ്. പക്ഷെ അതുപോലെ നല്ല ഫ്ലാറ്റുകളായിരിക്കും. ഇവിടെ ഇത് ആരാ പണിതത്? Whose builder and maker is God? Keep it in mind. Whose builder and maker is God? ദൈവം തന്നെ പണിയുന്ന, ദൈവം ആർക്കിടെക്ട് ആയിരിക്കുന്ന, നമ്മുടെ കർത്താവിന്റെ കരം പണിയുന്ന ആ കെട്ടിടം ആർക്ക് വേണ്ടിയാണ്? തന്റെ പ്രിയപ്പെട്ടവളെ താമസിപ്പിക്കാൻ. ആമേൻ. അത് നമുക്ക് വർണ്ണിക്കാൻ പ്രയാസം. ഒരുപാട് പേര് പാടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. എന്നെ സ്പർശിച്ച ചില കാര്യങ്ങൾ മാത്രം കമ്പിവാചകങ്ങൾ പോലെ പറയാനേ ഉള്ളൂ. ഞാനൊരു 5 മിനിറ്റൂടെ കൂടുതൽ എടുക്കും, ക്ഷമിക്കണം. നോക്കുക, കമ്പിവാചകങ്ങൾ പോലെ പറഞ്ഞ് ഞാൻ നിർത്താം. അതിന്റെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദൈവം എന്തിനാ അതൊക്കെ പറയുന്നത്? കാരണം ഇത് സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. The material by which the city is made, the material from heaven. സ്വർഗത്തിൽ നിന്നുള്ള മെറ്റീരിയലാ. ഇവിടുത്തെ കല്ലും ഇഷ്ടിയും കൊണ്ടല്ല. It's heavenly materials. അതിന്റെ 11ാം വാക്യം നോക്കിയാട്ടെ. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. യോഹന്നാൻ നോക്കിയപ്പോൾ ഒരു ജൂവൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം. ജാസ്പർ എന്നാണ് ഇംഗ്ലീഷിൽ. ജാസ്പറിന്റെ നിറം എന്നാ? ഗ്രീൻ ട്രാൻസ്പെറന്റ് കളർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗ്രീൻ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ പച്ച ട്രാൻസ്പെറന്റ് കളറിൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ജാസ്പർ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വേണ്ട, അതിന്റെ മതിലൊന്ന് നോക്കിയേ. 18ാം വാക്യം. അതിന്റെ മതിലിന്റെ പണി നോക്കിയേ. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരവും ഈ മതിലും പണിതിരിക്കുന്ന സൂര്യകാന്തം കൊണ്ടാ. ഞാൻ എന്തുകൊണ്ടാ അത് പറയുന്നതെന്ന് പറയാം. മതിലിന്റെ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പട്ടണത്തെ ചുറ്റിക്കിടക്കുന്ന മതിലിന് 144 മുഴം ഉയരമാണുള്ളത്. 144 മുഴം. ഒരു മുഴം എന്ന് പറഞ്ഞാൽ 18 ഇഞ്ചാ, 1.5 അടിയാ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയുണ്ട്? ഇത് 216 അടി കിളറുമുണ്ട് അതിന്റെ മതിലിന്. അത്രയും മതിലല്ലോ നിങ്ങൾ ലോകത്തിൽ കണ്ടിട്ടുണ്ടോ? 216 അടി കിളറുമുണ്ട് അതിന്റെ മതിലിന്.
അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? അത് ഉണ്ടാക്കിയിരിക്കുന്നത് സൂര്യകാന്തമാണ്. ഗ്രീൻ ട്രാൻസ്പെറന്റ് ക്രിസ്റ്റലാണ്. സൂര്യകാന്തം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്നറിയാമോ? ഈ 21-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 23-ാം വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസ് കാണുമ്പോൾ സൂര്യനെ കവിഞ്ഞ പ്രകാശമാണ് അവന്റെ മുഖത്തിൽ. അവനാണ് ഈ പട്ടണത്തിന്റെ നടുക്കിരിക്കുന്നത്. ആ ഭിത്തികളൊന്നും ആ പ്രകാശത്തെ തടസ്സപ്പെടുത്തുന്നില്ല. മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്ത് സിസ്റ്ററെ, 13-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം മാത്യു 13:43 അതുകൂടെ ചേർത്തൊന്ന് വായിച്ചാട്ടെ. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അയ്യോ, ദൈവം പറയാ, ചെവിയുള്ളവൻ കേട്ടാ മതി. അന്ന് പിതാവിന്റെ രാജ്യത്തിൽ നീതിമാന്മാർ സൂര്യനെ പോലെ ശോഭിക്കും. ഞാനും നിങ്ങളും ഓരോ സൂര്യന്മാരാകും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെല്ലാം സൂര്യന്മാരായി, യേശുക്രിസ്തു അതിന്റെ നടുക്ക് സൂര്യനെ പോലെ ശോഭിക്കും. ഈ സൂര്യന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണെങ്കിൽ വെട്ടം എങ്ങനെ ഇരിക്കും? എങ്ങനെയിരിക്കും? മാത്രമല്ല, അവരെ ഇരിക്കുന്നത് പുത്തൻ യെരൂശലേമിലാണ്. ഈ പുത്തൻ യെരൂശലേമിന്റെ ഭിത്തി നമ്മൾ കണ്ടതുപോലെ ജാസ്പർ സ്റ്റോൺ ആണ്, സൂര്യകാന്തമാണ്. ആ പ്രകാശം തടസ്സപ്പെടുത്താതെ ആ പ്രകാശം ഗ്രീൻ ട്രാൻസ്പെറന്റ് ആ ഭിത്തിയിലൂടെ പുറത്തോട്ട് പോയപ്പോൾ എന്തൊരു സൗന്ദര്യമായിരിക്കും. യോഹന്നാൻ അത് കണ്ടിട്ട് പറഞ്ഞു, ഇതാ സ്വർഗത്തിൽ നിന്ന് തേജസ്സുള്ളതായി ഇറങ്ങി വരുന്നു. ആമേൻ. സ്തോത്രം. തീർന്നില്ലേ? ദൈവം വീണ്ടും വെളിപ്പെടുത്തി. ഈ പട്ടണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് ഈ നഗരത്തിന്റെ അതിന്റെ 18-ാം വാക്യം. നഗരം അതിലിന്റെ അടിസ്ഥാനം സകല രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും. മതിലിനെ കുറിച്ച് പറയുക. 12 നമ്മള് നവരത്നങ്ങൾ എന്നാ പറയുന്നത്. നവരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ 9 രത്നം എന്നാ. പക്ഷെ ഇവിടെ എത്ര എണ്ണത്തിന്റെ പേരാ പറഞ്ഞേക്കുന്നത്? 12 എണ്ണം. നവരത്നങ്ങളല്ല, 12 വജ്രങ്ങളാ. ഞാൻ അതിന്റെ നിറങ്ങളൊന്ന് മനസ്സിലാക്കാൻ നോക്കി. ഓരോ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താം. ആദ്യത്തേത് സൂര്യകാന്തം. അവിടെ വായിക്കുന്നു സൂര്യകാന്തം. സൂര്യകാന്തത്തിന്റെ പ്രകാശം നമ്മൾ ഇപ്പം ചിന്തിച്ചു, ഗ്രീൻ ട്രാൻസ്പെറന്റ് കളറാ. 2 നീലരത്നം, ആകാശത്തിന്റെ നിറം, മാണിക്യം, ആകാശ നീലയിൽ ചില വരകൾ, മാണിക്യം. 4 മരതകം, നല്ല പച്ച. മരതകം എന്ന് പറഞ്ഞാൽ നല്ല പച്ച. നഖവർണി, നമ്മുടെ നഖത്തിന്റെ നിറം. 6 ചുവപ്പ് കല്ല്, ബ്ലഡ് റെഡ് കളർ. 7 പീതരത്നം, a dusty green color with yellow cast, പീതരത്നം. 8 ഗോമോദകം, കടലിന്റെ വർണ്ണം, ഗോമോദകം. 9 പുഷ്യരാഗം, മഞ്ഞ നിറം. 10 വൈഡൂര്യം, വെളുത്തുള്ളിയുടെ നിറം. 11 പത്മരാഗം, ഓറഞ്ചിന്റെ നിറം. പത്മരാഗത്തിന് ഓറഞ്ചിന്റെ നിറമാണ്. 12 സുഗന്ധി, പർപ്പിൾ ഓർ വയലറ്റ് കളർ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന്റെ അകത്തുനിന്ന് ഈ സൂര്യന്മാരെല്ലാം കൂടെ പ്രകാശിക്കുന്നു. കുഞ്ഞാടതിന്റെ വിളക്കായിട്ടിരിക്കുന്നു. ആ പ്രകാശം കടന്നു പോകുമ്പോൾ ഈ വജ്രങ്ങൾ, 12 വജ്രങ്ങൾ കൊണ്ട് അതിന്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുക. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ അതിന്റെ സൗന്ദര്യം എങ്ങനെയിരിക്കുമെന്ന്? Can you imagine? ആ കളറ് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഇനി വേണ്ട, അതിന്റെ നഗരവീതി. 21-ാം വാക്യം ഒന്ന് നോക്കിയേ. നഗരത്തിന്റെ വീതി 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കം. And the street of the city was pure gold, as though it was transparent glass. എന്ന് പറഞ്ഞാൽ നമ്മള് സ്വർണം മേടിക്കുമ്പോൾ
18 കാരറ്റ്, 24 കാരറ്റ്, ഇങ്ങനെ കാരറ്റ് എന്ന അതിന്റെ പ്യൂരിറ്റിയാണ്. ഇവിടെ പറയുന്ന സ്വർണമുണ്ടല്ലോ, ഇത് ഈ സ്വർണത്തെ പറയുന്നത് പ്യൂർ ഗോൾഡ് ലൈക്ക് എ ട്രാൻസ്പെറന്റ് ഗ്ലാസ്, കണ്ണാടി പോലെ ഇരിക്കുന്ന സ്വർണം. നമ്മളത് കണ്ടിട്ടില്ല, അത് സ്വർഗത്തിലെ സ്വർണമാണ്. ആ സ്വർണമാ വീതി ഉണ്ടാക്കി. ഗ്രീക്ക് ഭാഷയിൽ വീതി കൂടിയ വീതി എന്ന വീതി കൂടിയ വീതി. ഞാൻ നിങ്ങൾ നടക്കുന്ന സ്ട്രീറ്റ് ഒന്ന് ആലോചിച്ചു നോക്കിയേ. ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെ ഇരിക്കുന്ന മനോഹരമായ ആ വീതി, വീതി കൂടിയ വീതി വർണ്ണിച്ച് തീരാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിന്റെ അളവൊന്ന് പെട്ടെന്ന് ഞാൻ പറയട്ടെ. അളവൂടെ ഒന്ന് പറയാതിരുന്നാൽ ശരിയാകത്തില്ല. അതിന്റെ അളവ് നമുക്ക് നോക്കിയാൽ, സൈസ് നോക്കിയാൽ ബാക്കിയൊക്കെ വിടാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അതിന്റെ അളവ് നമ്മൾ നോക്കിയാൽ, ഞാൻ ഈ ഭാഗം പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നോക്കുക, സംഭവിച്ചു തീർന്നു എന്ന് ദൈവം പറഞ്ഞില്ലേ? സംഭവിച്ചു തീർന്നു. ഈ പുത്തൻ യെരൂശലേമിന്റെ പ്രകാശത്തിലാണ് വീണ്ടെടുക്കപ്പെട്ട ജാതികളും നടക്കുന്നതെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 24 വാക്യത്തിലുണ്ട്, 21, 24. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ഇലക്ട്രിസിറ്റി ബോർഡൊന്നും വേണ്ട, അവിടെ രാത്രിയില്ലല്ലോ. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ, സംഭവിച്ചു തീർന്നു എന്ന് പറയുമ്പോൾ യുഗങ്ങളായി ദൈവം കാര്യങ്ങൾ ഒരുക്കി വന്നപ്പോൾ സ്വർഗത്തിന്റെ നിഴലും ദൃഷ്ടാന്തമായ ഒന്ന് കൽപ്പിച്ചാക്കി പഴയ നിയമത്തിൽ. അതിന്റെ പേര് സമാഗമന കൂടാരം. ദൈവം വസിച്ച അതിവിശുദ്ധ സ്ഥലം 15 ക്യൂബിറ്റ് ആണ്. ക്യൂബ് 15 ക്യൂബിറ്റ് ആണ് എന്ന് പറഞ്ഞാല് 15 ക്യൂബാണ്. 15 ക്യൂബിറ്റ് ക്യൂബ്. അതിന്റെ നീളം, വീതി, ഉയരം സമമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ശലോമോൻ ദേവാലയം പണിതു. 1 രാജാക്കന്മാർ 6:20 എടുത്താൽ ദൈവം വസിച്ച അവിടെ എന്താണെന്നറിയാമോ? 20 ക്യൂബിറ്റ്സ് ക്യൂബാ. നീളവും വീതി ഉയരവും സമമാണ്. 1 Kings chapter 6 verse 20. ഇപ്പോൾ ദൈവം നിഴലുകളായി കൽപ്പിച്ചതാ. സ്വർഗത്തിന് നിഴലും ദൃഷ്ടാന്തം. ആശ്ചര്യവുമായി അതിന്റെ പൊരുൾ വന്നപ്പോൾ, ഇവിടെ നമ്മൾ വഹിക്കുന്ന അതിന്റെ പൊരുൾ വന്നപ്പോൾ, ഇവിടെ നമ്മൾ നോക്കാട്ടെ, ആ 21-ന്റെ 16-ാമത്തെ വാക്യം ഒന്ന് നോക്കാട്ടെ. 21-ന്റെ 16-ാമത്തെ വാക്യം. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതി നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. 1200 നാഴിക, സംതിങ് അറൌണ്ട് 1400 മൈൽസ്. അത് ക്യൂബാണ്. നീളവും വീതി ഉയരവും സമമാണ്. അവിടെയാണ് ദൈവം ഇറങ്ങി വന്ന് വസിക്കുന്നത്, ഈ പുത്തൻ യെരൂശലേമിൽ. പഴയ നിയമത്തിൽ ദൈവം വന്നത് 15 ക്യൂബിറ്റ് ക്യൂബിലാണ്. ശലോമോന്റെ ദേവാലയത്തിൽ 20 ക്യൂബിറ്റ് ക്യൂബിലാണ് അതിവിശുദ്ധ സ്ഥലം. എന്നാൽ സ്വർഗമായി തീരുന്നത് ഈ പുത്തൻ യെരൂശലേം, അത് 1400 മൈൽ നീളം, 1400 മൈൽ വീതി, 1400 മൈൽ ഉയരം. ഇത് മുകളിലോട്ടും 1400 മൈൽ ചുമ്മാതെ കിടക്കുകയാണോ? അല്ല. ശലോമോന്റെ ദേവാലയത്തിൽ 3 തട്ടുകൾ ഉണ്ടായി. സഹസ്രാബ്ദ ദേവാലയത്തിന് 3 തട്ടുകളുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനം അതിനെ നടുക്കിരിക്കുമ്പോൾ വിശുദ്ധന്മാർ അതിന്റെ ചുറ്റും ഇങ്ങനെ പാർക്കുകയാണ്. അതിന് ഗേറ്റ് ഉണ്ട്, 12 ഗേറ്റ്. 12 ഈ ഗേറ്റിൽ അവിടെ 12 ഗോത്രങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഭയങ്കര പഠനങ്ങൾ ദൈവദാസന്മാർ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ നീളവും വീതി കൂടെ കിട്ടിയപ്പോൾ ഇതിന്റെ ഏരിയ എത്രയാണെന്ന് അത് കണക്കാക്കിയിട്ടുണ്ട്. നീളം ഗുണം വീതി 1400 മൈൽ നീളം, 1400 മൈൽ വീതി. അത് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ കണക്കാക്കി ഏതാണ്ട് 122 കോടി ഏക്കറുണ്ട്. പുത്തൻ യെരൂശലേമിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ 122 കോടി ഏക്കറാണ്.
അങ്ങനെ 1400 മൈൽ ഉയരത്തിൽ തട്ടുകളായി കിടക്കുക. ഞാൻ ഒറ്റ വാക്യം പറയാം, വായിക്കാതെ. ആമോസ് 9:6 വായിച്ചാൽ, അവൻ ആകാശത്ത് സ്വർഗത്തിൽ തന്റെ മാളികകളെ പണിയുന്നു. ഹീസ് മേക്കിംഗ് ഹിസ് ചേംബേഴ്സ് ഇൻ ഹെവൻ. ഹീസ് മേക്കിംഗ് ഹിസ് ചേംബേഴ്സ് ഇൻ ഹെവൻ. സ്വർഗത്തിൽ ആ ചേംബർ പണിയുകയാണ്. എന്റെ സഹോദരന്മാരെ, നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല, പക്ഷെ നമുക്കിന്ന് വെളിപ്പെടുത്തി തന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. സമാഗമന കൂടാരം നിങ്ങൾ നോക്കിയാൽ 12 ഗോത്രങ്ങൾ ഈ സമാഗമന കൂടാരത്തിന്റെ ചുറ്റും. ദൈവം അതിന്റെ നടുക്ക് വസിക്കുന്നു, പുരോഹിതന്മാർ അതിന്റെ ചുറ്റും വസിക്കുന്നു. 3 ഗോത്രങ്ങൾ 4 വശത്തും പാർക്കുന്നു. അതിന്റെ പുറത്തുള്ള സ്ഥലം ജാതികൾ പാർക്കുന്നതാണ്. ഞാനിവിടെ പറയട്ടെ, ഇവിടെ അതിന്റെ പൊരുൾ കാണാം. വീണ്ടെടുക്കപ്പെട്ട ജാതികൾ പാർക്കുന്നത് ഈ 12 മുത്തുകൾ കൊണ്ടുള്ള ഗേറ്റുകളുണ്ടല്ലോ, ആ ഗേറ്റിന് അതിന്റെ നേരെ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങൾ പാർക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ഇതിന്റെ അകത്ത് പിതാവിനോടും പുത്രനോടും കൂടെ വസിക്കും. ആ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊക്കെ ദൈവം അതിന്റെ അതിരുകളെ നിശ്ചയിച്ചു. അവർ പുറത്തു പാർക്കും. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഞാനും നിങ്ങളുമല്ല എന്നേക്കും രാജാക്കന്മാരായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ കൊരിന്ഥ ലേഖനത്തിൽ ആദ്യം വായിച്ചു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീക്കും. യെശയ്യാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് 25:8 മരണത്തെ അവൻ സദാകാലത്തേക്ക് മാറ്റിക്കളയും. എന്നാൽ ജനനമുണ്ടെന്ന് തിരുവചനത്തിൽ പറയുന്നു. ജനനമുണ്ട്. ആപത്തിനായിട്ട് അവർ പ്രസവിക്കില്ല. യെശയ്യാവ് 65 ആപത്തിനായി പ്രസവിക്കില്ല, അവരുടെ സന്തതി അവനവരോട് കൂടെ ഇരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശ പുതുഭൂമിയെ കുറിച്ച് കർത്താവ് പറയുമ്പോഴാണ് ആ ഭാഗം പറയുന്നത്. അപ്പോൾ മരണമില്ല, ജനനമുണ്ട്. ഞാനും നിങ്ങളും അല്ല ജനിപ്പിക്കുന്നത്, നമ്മൾ ദൈവദൂതന്മാരെ പോലെയാകും. വീണ്ടെടുക്കപ്പെട്ട ജാതികളും വീണ്ടെടുക്കപ്പെട്ട യഹൂദനുമാണ് അവിടെ അവരെ പെറ്റുപെരുകുന്നത്. സിസ്റ്ററെ, വളരെ പരിചയമുണ്ട്, എനിക്ക് കാണാതെ അറിയാം. പക്ഷെങ്കില് ഒന്ന് വായിച്ചേ. യെശയ്യാവ് 9:7 കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. യെശയ്യാവ് 9:7. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഈ 1-2 വാക്യം കൂടി. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. മതി, അവിടെ കണ്ടോ? ഇംഗ്ലീഷിൽ വായിച്ചു നോക്ക്. Of the increase of his kingdom and government, of the increase of his government and peace, there will be no end. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അവന്റെ രാജ്യം വളർന്നുകൊണ്ടിരിക്കും. That is the meaning. അവന്റെ രാജ്യം വളർന്നുകൊണ്ടിരിക്കും. അവന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അവസാനമില്ല. മരണമില്ല, ജനനമുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ജാതികൾ ജനനം കൊടുക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട യഹൂദനിലൂടെ ജനങ്ങൾ പെറ്റുപെരുകുന്നു. അങ്ങനെയാണെങ്കിലേ ഒരു കാര്യം മാത്രം ചോദിച്ചു നിർത്തട്ടെ. ഈ ജനങ്ങളെല്ലാം കൂടെ പെറ്റുപെരുകി പെരുകി 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 ഒരു ദിവസം ഈ ഭൂമി നിറയത്തില്ലേ? പിന്നെന്തോ ചെയ്യും? പറയാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം എടുത്താട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം. ഇങ്ങനെ ഭൂമിയിൽ ജനങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 2-ന്റെ അവിടെ വിശ്വസ്തരായവരോട് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലമാണ്. അതിന്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചേ. എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിച്ചാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. ഞാൻ അവന് അധികാരം കൊടുക്കും. എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവർ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കും എന്ന് പറഞ്ഞാൽ ഇരുമ്പുകോൽ ഭരണം 1000 വർഷ ഭരണമാണ്. അത് കഴിയുമ്പോൾ ഒരു വാക്കുണ്ട്, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. പെട്ടെന്നെടുത്തേ ഇയ്യോബിന്റെ പുസ്തകം 38 ഇയ്യോബിന്റെ പുസ്തകം നോക്കുക. 1000 ആണ്ട് വാഴ്ച മാത്രമല്ല, ഞാൻ അവൻ ഉദയ നക്ഷത്രം കൂടെ കൊടുക്കും. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം
അതിന്റെ 4 തൊട്ടുള്ള വാക്യം നോക്കിയാട്ടെ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിന്റെ അളവ് നിയമിച്ചവനാർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവനാറ്? ദൈവം ചോദിക്കുകയാണ്, ഭൂമിക്ക് ഞാൻ അടിസ്ഥാനമിട്ടപ്പോൾ 6-ാം വാക്യത്തിൽ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിച്ചു. ദ മോർണിംഗ് സ്റ്റാർസ്, അവയെല്ലാം സന്തോഷിച്ചു. അത് ദൂതന്മാരല്ല. അടുത്തായിട്ട് പറഞ്ഞു ദൈവപുത്രന്മാര് സന്തോഷിച്ചു. നോക്കുക, ത്വയ്തരാ സഭയോട് പറയുകയാണ്, 1000 ആണ്ട് വാഴ്ച മാത്രമല്ല, I will give him morning star too. എന്റെ സഹോദരന്മാരെ, പല ദൈവദാസന്മാർ വിശ്വസിക്കുന്നു ഭൂമിയിൽ ജനങ്ങൾ നിറയുമ്പോൾ ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്ര കൂട്ടങ്ങളിൽ മനുഷ്യനെ പാർപ്പിക്കും. അവിടെയും ഭരിക്കുന്നത് ഞാനും നിങ്ങളുമായിരിക്കും. They shall reign forever and ever. What a wonderful program God has. അവൻ തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി വിശ്വസ്തയോടെ ജീവിക്കാം. എന്നാൽ അവിടെ ചെല്ലണമെങ്കിൽ നമ്മൾ കണ്ടതുപോലെ വീണ്ടും ജനിക്കാത്തൊരുത്തന് ദൈവം എല്ലാം പുതുതാക്കി തീർക്കുന്ന അവിടെ കയറാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടെങ്കിൽ ഒരു വീണ്ടും ജന അനുഭവത്തിൽ വരുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.